അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. എൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള കുറേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ, കാരണം ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ രാവിലെ ഒരു സമയം നോക്കിച്ചപ്പോൾ 7 മണി മുതൽ 11 മണി വരെയൊക്കെ ആയിരുന്നു സമയം. അപ്പോൾ അതിനുള്ളിൽ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിൽ കയറണമായിരുന്നു. അപ്പോൾ ആ ഒരിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നതും ഇതുപോലെ സ്വീറ്റ്സൊക്കെ പൊട്ടിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മധുരം തരാൻ തുടങ്ങി, വളയൊക്കെ ഇട്ട് തരാൻ, മഞ്ഞൾ വയ്ക്കാനൊക്കെ തുടങ്ങി. ഫസ്റ്റ് വിഷ്ണുവേട്ടൻ, പിന്നെ വിഷ്ണുവേട്ടൻ്റെ അച്ഛനും അമ്മയും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതുപോലെ മധുരമൊക്കെ തന്ന് വളയൊക്കെ ഇട്ട് മഞ്ഞളൊക്കെ തേച്ച് ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു നിമിഷം. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും അനിയനും ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് വിഷ്ണുവേട്ടനും അമ്മയും അച്ഛനും അനിയനും ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലൊരു അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഗ്രാൻഡായിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ മധുരം തിന്നതെന്ന് ഞാനൊരു വഴിയായി. എനിക്കാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഇങ്ങനെ മധുരം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുക്കുന്നൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മധുരം. അങ്ങനെ ലാസ്റ്റ് എത്തിയപ്പോൾ ഇവളാണ് എന്നെ ചതിച്ചത്. കുറേ മഞ്ഞൾ വാരി എൻ്റെ മുഖത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തേച്ച് തന്നു. അവളെനിക്ക് മനഃപൂർവ്വം പണി തന്നതാണേ. ബാക്കി എല്ലാവരും കുറച്ചേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ 7ാം മാസത്തിൻ്റെ ചടങ്ങ് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരുടെ വീട് അടുത്തടുത്തായതുകൊണ്ട് ഇതുപോലെ ചടങ്ങൊന്നും വേണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തതും. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഇതുപോലെ ചടങ്ങൊക്കെ പോലെ നടത്തിയല്ലേ, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വളകാപ്പ് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ നിന്നു. കാരണം സമയമൊക്കെ ഇങ്ങനെ വേഗം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ധൃതി പിടിച്ച് കുറച്ചും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇറങ്ങുന്ന നേരത്ത് നമ്മൾ മുതിർന്നവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ പപ്പയ്ക്കും ആൻറ്റിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാൻ നേരമായി. അപ്പോൾ കറക്റ്റ് 11 മണിക്കുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ കയറണമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് മുമ്പേ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട് അടുത്തായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അതും ഒരു ചടങ്ങാണ്. പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും ചടങ്ങുകളൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞാനും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.